ഈ സംസ്ഥാനത്തും ഏറെ ആശങ്കയുണ്ടാക്കുന്നതായി ആണ് നിപ്പ. ഇപ്പോൾ നിപ്പയുടെ ഉറവിടം കണ്ടെത്താൻ കേന്ദ്ര സംഘം ഇന്ന് കോഴിക്കോട് എത്തുന്നുണ്ട്. ICMR NDCCയിലെ ഉദ്യോഗസ്ഥരാണ് കോഴിക്കോട് എത്തുക. അതേസമയം രോഗിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മിയുണ്ട് കോഴിക്കോട് നിന്നും. ലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഈ കോഴിക്കോട് കനത്ത ആശങ്കയായി നിലനിൽക്കുകയാണ് നിപ്പ. പക്ഷേ കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പല സാമ്പിളുകളുമൊക്കെ നെഗറ്റീവ് ആവുന്നുണ്ട്. അപ്പോൾ ഇന്നും കൂടുതൽ പേരുടെ ഫലം എത്തുമെന്നാണ് കരുതുന്നത്. ഒപ്പം കേന്ദ്ര സംഘം ഇന്ന് എത്തുന്നുണ്ടല്ലോ. പ്രധാനമായും ഏത് മേഖലകളിലൊക്കെയാണ് അവർ പരിശോധന നടത്തുന്നത്? കാരണം നിപ്പയുടെ ഉറവിടം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ വെല്ലുവിളിയുള്ള ഒരു കാര്യമാണ്. മായ പറഞ്ഞതുപോലെ തന്നെ വലിയ വെല്ലുവിളി ഉയർന്നൊരു കാര്യം തന്നെയാണ് നിപ്പയുടെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളത്. അതിനുവേണ്ടി തന്നെയാണ് കേന്ദ്ര ഉദ്യോഗസ്ഥർ ഇന്ന് കോഴിക്കോട്ടേക്ക് എത്തുന്നത്. ICMR NDCCയിലെ ഉദ്യോഗസ്ഥരാണ് ഇന്ന് കോഴിക്കോട് എത്തുക. കൃത്യമായിട്ടും നിപ്പയുടെ ഉറവിടം എന്താണെന്നുള്ള കാര്യത്തിൽ ഇതുവരെയായിട്ടും വ്യക്തത വന്നിട്ടില്ല. ഇത്തവണയെങ്കിലും അത് കണ്ടെത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്. ഏതായാലും രാമനാട്ടുകര സ്വദേശിയായ 43-കാരനാണ് നിപ്പ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാമനാട്ടുകര നഗരസഭ കേന്ദ്രീകരിച്ചായിരിക്കും ഇത്തരത്തിൽ ഇവർ ഇന്ന് പരിശോധന നടത്തുക. കാരണം അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഗോഡൗൺ വൃത്തിയാക്കിയിരുന്നു. അതിൽ നിന്നായിരിക്കാം അദ്ദേഹത്തിന് നിപ്പ രോഗബാധയുടെ വൈറസ് കയറിയിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിലടക്കം ഒരു ചെറിയൊരു വ്യക്തത കുറവുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ മറ്റൊരു കാര്യം പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിൽ ഒരു സപ്പോട്ട മരം ഉണ്ടായിരുന്നു. ആ സപ്പോട്ട അദ്ദേഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ശേഷമായിരിക്കാം അദ്ദേഹത്തിന് പനി അടക്കം വന്നത് എന്നുള്ള ഒരു ചെറിയ രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഏതിൽ നിന്നാണ് അദ്ദേഹത്തിന് രോഗം സ്ഥിരീകരിക്കാൻ കാരണം എന്നുള്ള കാര്യത്തിലടക്കം ഇന്ന് പരിശോധനയിലൂടെ ഒരു വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്നലെ മോണോക്ലോണൽ ആൻറ്റിബോഡിയുടെ ആദ്യ ഡോസ് നൽകിയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമായിരുന്നു എന്നുള്ള വിവരം ലഭിച്ചിരുന്നു. എന്നാൽ ഇന്ന് രാവിലെയോടെ വീണ്ടും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ മാറ്റം ഉണ്ടാകുന്നു. ഗുരുതരാവസ്ഥയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം 10 പേരെയാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ 87 പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത്. അതുപോലെ തന്നെ ലോ റിസ്ക്, അതുപോലെ തന്നെ ഹൈ റിസ്ക്, ഹയസ്റ്റ് റിസ്ക് എന്നീ കാറ്റഗറികളിൽ 12 പേരുകളുണ്ട്. അതുപോലെ തന്നെ ലോ റിസ്ക് കാറ്റഗറിയിൽ 67 പേരാണുള്ളത്. ഇങ്ങനെ 87 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഏതായാലും കോഴിക്കോട് ഇന്നലെ കൺട്രോൾ റൂം തുറന്നിരുന്നു. ഈ ഒരു കൺട്രോൾ റൂമിൽ തന്നെ ഈ സമ്പർക്ക പട്ടികയിലുള്ള ഈ 87 പേരെയും വിളിച്ച് അവരുടെ ആരോഗ്യനില ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് നേരം അവരെ വിളിച്ചുകൊണ്ട് ആരോഗ്യനില ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ കോഴിക്കോടെല്ലാം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടിരുന്നു. 2 റൂട്ട് മാപ്പാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടത്. ഈ 2 റൂട്ട് മാപ്പിൽ ആദ്യത്തെ സമയവ്യത്യാസത്തിലാണ് രണ്ടാമത്തെ തവണ റൂട്ട് മാപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ റൂട്ട് മാപ്പിൽ അദ്ദേഹം 2 ദിവസം വീട്ടിൽ തന്നെയായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഫറൂഖിലുള്ള പോസ്റ്റ് ഓഫീസിൽ പോയിരുന്നു. അതിനുശേഷം ആശുപത്രികളിൽ പോയിരുന്നു. അങ്ങനെ ഈ 3-4 സ്ഥലത്താണ് അദ്ദേഹം പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഓഫീസിലുള്ള ഫറൂഖ് പോസ്റ്റ് ഓഫീസ് അടച്ചിടാൻ ഉത്തരവ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടെയുള്ള ജീവനക്കാരോട് ക്വാറന്റൈനിൽ പോകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടിവാര മേഖലയിൽ താമസിക്കുന്നവർ അറിയിപ്പുണ്ടാവുന്നവരെ കൂട്ടം ചേരരുത് എന്നടക്കമുള്ള, അതായത് പൊതുപരിപാടികളടക്കം നടത്തരുത് എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, രാമനാട്ട് നഗരസഭയിൽ 5-ാം വാർഡിലുള്ള 286 വീടുകളിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിൽ 12 പേർക്ക് പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അത് നിപ്പയല്ല എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ മുൻകരുതലുകളാണ് കോഴിക്കോട് സ്വീകരിച്ചിരിക്കുന്നത്. മായ, തീർച്ചയായും നിപ്പ ബാധിതന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. നിപ്പയുടെ ഉറവിടം കണ്ടെത്താൻ ഇന്ന് കേന്ദ്ര സംഘം കോഴിക്കോട് എത്തുന്നുണ്ട്. രാമനാട്ടുകര മേഖലയിൽ ഉൾപ്പെടെ സംഘം പരിശോധന നടത്തും. ഈ നിപ്പയുടെ ഉറവിടം ഏതെന്ന് കണ്ടെത്തുക എന്നുള്ളത് വളരെ വെല്ലുവിളിയാണ്. കഴിഞ്ഞ പല തവണയും ഈ നിപ്പ സ്ഥിരീകരിച്ചപ്പോൾ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തുക സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്തവണയെങ്കിലും അത്തരത്തിലൊരു ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ഉറവിടം കണ്ടെത്തി കൂടുതൽ പ്രതിരോധ നടപടികളൊക്കെ ഊർജിതമാക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും ലക്ഷ്മിയാണ് വിവരങ്ങൾ നൽകിയത്.